ഒരു പ്രാവശ്യം സന്ദർശിച്ചാൽ വീണ്ടും വരണമെന്ന് തോന്നിപ്പിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് പത്തനംതിട്ട കോന്നി ആനത്താവളം. അവധി ദിനങ്ങളിലാണ് വിനോദസഞ്ചാരികൾ കൂടുതലെത്തുക. കാഴ്ചകൾ കൊള്ളാമെങ്കിലും പ്രവേശനത്തിനുള്ള ടിക്കറ്റ് നിരക്ക് അല്പം കൂടുതലാണെന്ന് സന്ദർശകർ പറയുന്നു. ജില്ലയിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കൂട്ടിയിണക്കി ട്രിപ്പ് ഏർപ്പെടുത്തിയാൽ വരുമാന വർധനയുണ്ടാകുമെന്നും സന്ദർശകർ അഭിപ്രായപ്പെട്ടു. പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടമാണ് കോന്നി ആനത്താവളം. അവധി ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത്. ഇപ്പോൾ ആനയെ കാണുന്നതിനായി കൊച്ചുകുട്ടികളടക്കം കുടുംബങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്രമാത്രം ആകർഷകമാണ് ഈ ആനത്താവളത്തിലെ ഒരു കാഴ്ചകളൊക്കെ? ഏകദേശം നല്ല രീതിയിലാണ്. എൻ്റെ നീറ്റിലാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ എൻട്രൻസ് പാസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു 80 രൂപ വരുന്നത്. അതൊരു സാധാരണക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കിഴക്കൻ മേഖലയിലൊക്കെ ഉള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. കുറച്ച് കുറയ്ക്കണം അല്ലേ? കുറച്ച് കുറയ്ക്കണം. സാധാരണക്കാരെ ആകർഷിക്കണമല്ലോ. ഇത് വലിയൊരു ടൂറിസ്റ്റിൻ്റെ ഒരു ആകർഷണമായ ഇടം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ ഇത് മാത്രമേ ഉള്ളൂ. അന്നേരം ആൾക്കാരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി ഈ സാധാരണക്കാരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറയ്ക്കണം. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട്? അതെല്ലാം നീറ്റാണ്. അത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അഭിനന്ദിച്ചേ വരത്തുള്ളൂ. ഒരു ജനങ്ങളെ ആകർഷിക്കാനും മറ്റുള്ള വിദേശികൾ ആൾക്കാർ വരാനും അവർക്ക് ഒരു ആകർഷണം ഉണ്ടാക്കാനുള്ള സൗകര്യമാണ്. ഇപ്പം നമ്മൾ ഈ ടൂറിസം മേഖലയിൽ ആകർഷിക്കാൻ സർക്കാർ എടുത്തിരിക്കുന്ന മണിയാർ ടൂറിസം വകുപ്പ് ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടൊരു നല്ല രീതിയിലാണ് ഇപ്പം സർക്കാർ ഈ മേഖലയിലേക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? കൊച്ചുമകളെ കൊണ്ടാണല്ലോ വന്നത്. എങ്ങനെയുണ്ട് കാഴ്ചകൾ? എങ്ങനെയുണ്ട് ആനത്താവളത്തിലെ? കുഴപ്പമില്ല, നല്ല കാഴ്ചകളൊക്കെയാണ്. കുട്ടികൾക്ക് എപ്പോഴും പ്രിയം ആനയെ കാണുന്നതാണ്. കുട്ടിക്ക് കാണണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നതാ. പിന്നെ പൈസ ഇച്ചിരി കൂടുതലാ. ഇവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയുണ്ട്? അന്തരീക്ഷം കുഴപ്പമില്ല, നല്ല അന്തരീക്ഷങ്ങളൊക്കെയാണ്, വൃത്തിയായിട്ടുള്ള പോക്കൊക്കെയാണ്. കോന്നി ആനത്താവളത്തിൽ ഇപ്പോൾ 4 ആനകളാണുള്ളത്. ഒരു കുട്ടിയാന അടുത്തിടെ ചരിഞ്ഞിരുന്നു. അത് ഏവർക്കും വലിയ ദുഃഖമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ 4 ആനകൾ ആണ് ഈ ആനത്താവളത്തിൽ ഉള്ളത്. വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഇടം എന്ന് തന്നെ പറയാം. അവധി ദിവസങ്ങളിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ കോന്നി ആനത്താവളത്തിലേക്ക് എത്തുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.